ശാലോമിൽ കൂടി. അമ്മ കിളിക്കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ജീവിതത്തിൽ ഒരു കഷ്ടത വരുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടാൻ വൈകുമ്പോൾ ദുഃഖിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. പൗലോസ് തന്റെ കഷ്ടതയിൽ സന്തോഷിക്കുക മാത്രമല്ല, അതിനെ പ്രശംസിക്കുക കൂടി ചെയ്തിരുന്നു. കാരണം സന്തോഷങ്ങളെക്കാൾ അധികമായി കഷ്ടതയിലാണ് നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അറിയാൻ കഴിയുന്നത്. എന്നെ പുതിയൊരു സൃഷ്ടിയാക്കാൻ അല്ലെങ്കിൽ മേൽത്തരമായ ഒന്ന് എനിക്ക് തരുവാൻ വേണ്ടി എന്നെ ഒരുക്കുന്നതാണ് കഷ്ടതയുടെ ദിനങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യം ഇങ്ങനെ പറയുന്നു: വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും നമ്മുടെ മത്സരം കൂടുതൽ വാശിയേറിയതായിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ മത്സരത്തിലും നമുക്ക് വാശിയേറിയ 3 ടീമുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ടീം മിഖായേൽ. രോഷ്നി അഭിലാഷ്, സെന്റ് ജോർജ് ചർച്ച് തലയാട്. ടെസ്സി ഷാജു, സെന്റ് ജോർജ് ചർച്ച് തലയാട്. ഇവരെ സഹായിക്കാൻ ഇവരുടെ കൂടെ ഒരു സപ്പോർട്ടിംഗ് ടീമുമുണ്ട്. ടീം മിഖായേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി നമ്മുടെ റാഫേൽ ടീമിനെ പരിചയപ്പെടാം. മേരി ബേബി, കണ്ണോത്ത് സെന്റ് മേരീസ് ചർച്ച്. ആൻസി വർഗീസ്, കണ്ണോത്ത് സെന്റ് മേരീസ് ചർച്ച്. ടീം റാഫേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ അടുത്ത ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. ഷാജി, സെന്റ് ജോസഫ് ചർച്ച് കുന്നമംഗലം. മിനി ജോസഫ്, സെന്റ് ജോസഫ് ചർച്ച് കുന്നമംഗലം. ടീം ഗബ്രിയേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും കൂടി നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാ മത്സരാർത്ഥികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തങ്ങളുടെ ക്വസ്റ്റ്യൻസുമായി വരുന്ന നമ്മുടെ ക്വിസ് മാസ്റ്ററിനെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അജി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 റൗണ്ടുകൾ വിജയകരമായി പൂർത്തിയാക്കി 3-ാം റൗണ്ടിലേക്ക് വലിയ ആവേശത്തോടെ, വലിയ പ്രതീക്ഷയോടെ കടന്നു വന്നിരിക്കുന്ന 3 ടീമുകളെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡിൽ 3 ടീമുകൾ വലിയ ആവേശത്തോടെ, വലിയ പ്രതീക്ഷയോടെ വന്നിരിക്കുകയാണ്. അവർ വന്നിരിക്കുന്നത് കഠിനമായ 2 റൗണ്ടുകൾ പിന്നിട്ട ശേഷമാണ്. 3-ാം റൗണ്ടിൽ മാറ്റുരയ്ക്കുന്നു. ആദ്യ റൗണ്ടിലേക്ക് പോകാം. വചനം തിരുവചനം റൗണ്ട്. വലിയ വ്യത്യാസങ്ങളില്ല, പഴയതുപോലെ തന്നെ. എങ്കിലും ചെറിയ ചില വ്യത്യാസങ്ങൾ. ഓരോ ടീമിനോടും ഓരോ ചോദ്യം. ശരി ഉത്തരത്തിന് 30 മാർക്ക്. ഉത്തരം തെറ്റിയാൽ സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം പറയാം, 20 മാർക്കുകൾ കിട്ടും. നിങ്ങൾ ഉത്തരം പറയുന്നതിന്, നിങ്ങളെ സഹായിക്കുന്നതിനായി ഓപ്ഷൻസ് നൽകുന്നതാണ്. 3 ഓപ്ഷൻസ്. ശരിയായ ഉത്തരം നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് പറയാവുന്നതാണ്. പതിവ് പോലെ
ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സമയം 30 സെക്കൻഡുകൾ മാത്രം. ആദ്യ ചോദ്യം ടീം മിഖായലിനോട്. ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു. ഓപ്ഷൻ എ, ഇവൻ എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഓപ്ഷൻ സി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ശരിയായ ഉത്തരമാണ്. ടീം മിഖായലിന് 30 മാർക്കുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിനോട്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു കഴിയും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടുത്തേക്കെല്ലാം സാധിക്കും. ഓപ്ഷൻ ബി, മനുഷ്യന് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഓപ്ഷൻ സി, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഓപ്ഷൻ എ, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്കെല്ലാം സാധിക്കും. ഉത്തരം ശരിയാണ്. 30 മാർക്കുകൾ ടീം റാഫേലിനും ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോട്. ചോദ്യം, യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു. ഓപ്ഷൻസ്: ഗുരു, എനിക്ക് കാഴ്ച കിട്ടണം. ഓപ്ഷൻ ബി, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഓപ്ഷൻ സി, ഗുരു, എൻ്റെ കണ്ണുകൾ തുറന്ന് തരണമേ. ഓപ്ഷൻ ബി. ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഉത്തരം ശരിയാണ്. ടീം ഗബ്രിയേലിനും 30 മാർക്കുകൾ ലഭിക്കുന്നു. വചനം തിരുവചനം റൗണ്ടിൽ 3 ടീമുകളും പോയിന്റുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ശരിയായ പോയിന്റുകൾ അറിയുവാനായി ജോസ്മിയിലേക്ക്. ജോസ്മി. വചനം തിരുവചനം റൗണ്ട് അവസാനിക്കുമ്പോൾ 3 ടീമുകളും 30 പോയിന്റുകൾ വീതമാണ് നേടിയിരിക്കുന്നത്. രണ്ടാം റൗണ്ട് വിഷ്വൽ റൗണ്ട്. ഓരോ ടീമിനോടും 3 ചോദ്യങ്ങൾ. ആദ്യം ഒരു വിഷ്വൽ, ഒരു ദൃശ്യാവിഷ്കാരം നിങ്ങളെ സ്ക്രീനിൽ കാണിക്കും. അത് ഏതാണ് എന്ന് നിങ്ങൾ വ്യക്തമായി പറയുക. ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായം, ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുക. അതിനുശേഷം 2 ചോദ്യങ്ങൾ കൂടി. ആകെ 3 ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞാൽ 30 മാർക്കുകൾ. ഉത്തരം തെറ്റിയാൽ ഓരോ ചോദ്യത്തിനും തെറ്റായ ചോദ്യങ്ങൾക്ക് 5 മാർക്ക് വീതം കുറയ്ക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മൈനസ് മാർക്കുകൾ ഒഴിവാക്കുന്നതാണ്. മുൻ റൗണ്ടുകളിലുള്ള അതേ നിയമം തന്നെയാണ്. ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. ശ്രദ്ധിക്കുക. About midnight, Paul and Silas were praying and singing hymns to God, and the other prisoners were listening to them. Suddenly, there was such a violent earthquake that the foundations of the prison were shaken. At once, all the prison doors flew open, and everybody's chains came loose. The jailer woke up. And when he saw the prison doors open, he drew his sword and was about to kill himself because he thought the prisoners had escaped. But Paul shouted, "Do not harm yourself. We are all here." The jailer called for lights, rushed in, and fell trembling before Paul and Silas. വിഷ്വൽ കൃത്യമാണ്. ഏതാണ് ഈ സംഭവം എന്ന് പറയുക. പുസ്തകമേത്, അധ്യായമേത്? അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം. തടവറയിൽ അത്ഭുതം. ആരൊക്കെ തടവറയിൽ ഉണ്ടായിരുന്നത്? പൗലോസും ശീലാസും. ശരിയായ ഉത്തരമാണ്.
രണ്ടുപേരാണ് തടവറയിൽ ഉണ്ടായിരുന്നത്. ആ രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടത്. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാവൽക്കാരനോടാണ് ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞത് ആര്? ഓപ്ഷൻസ് നൽകാം. ഓപ്ഷൻ എ പൗലോസ്, ഓപ്ഷൻ ബി സീലാസ്, ഓപ്ഷൻ സി പൗലോസും സീലാസും. പൗലോസ്. ഉത്തരം തെറ്റാണ്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിലേക്ക് അവസരം പോകുന്നു. ഉത്തരം അറിയാമെങ്കിൽ പറയുക. ഉറക്കെ പറയൂ. സീലാസ്. ഉത്തരം തെറ്റാണ്. രണ്ടുപേരും കൂടിയാണ് പറയുന്നത്. അവർ പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശരിയായ ഉത്തരം പൗലോസും സീലാസുമാണ്. ടീം റാഫേലിന് 5 മൈനസ് മാർക്കുകൾ ലഭിക്കുന്നു. ചോദ്യം 3. മൂന്നാമത്തെ ചോദ്യം. തടവറയിൽ അടയ്ക്കപ്പെട്ട പൗലോസും സീലാസും തടവറയിൽ എന്ത് ചെയ്യുകയായി അടയ്ക്കപ്പെട്ടതിന് ശേഷം? കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന് 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. ജയിലിൽ കിടക്കുമ്പോഴും നഷ്ടധൈര്യരാകാതെ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ ശിഷ്യന്മാർ പൗലോസും സീലാസും. ടീം റാഫേൽ ഈ റൗണ്ടിൽ 2 ശരി ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നു. 20 മാർക്ക്. പക്ഷെ ഒരു ഉത്തരം അവർക്ക് തെറ്റിപ്പോയി. സപ്പോർട്ടിംഗ് ടീമിനും ശരി ഉത്തരം നൽകാൻ സാധിച്ചില്ല. അതുകൊണ്ട് 5 മൈനസ് മാർക്കുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ റൗണ്ടിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നത് 15 പോയിന്റുകളാണ്. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിലേക്ക്. ടീം ഗബ്രിയേൽ, വിഷ്വൽ ശ്രദ്ധിക്കുക. Then they took him and brought him to a meeting of the Areopagus, where they said to him, May we know what this new teaching is that you are presenting? You are bringing some strange ideas to our ears, and we want to know what they mean. all the Athenians and the foreigners who lived there spent their time doing nothing but talking about and listening to the latest ideas. Paul then stood up in the meeting of the Areopagus and said, Men of Athens, I see that in every way you are very religious. For as I walked around and looked carefully at your objects of worship, I even found an altar with this inscription, to an unknown God. Now, what you worship as something unknown, I am going to proclaim to you. നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്തെന്നൊരു ക്ലൂ നൽകാം. അവിടെ ജനത്തോട് സംസാരിക്കുന്നയാള്, അവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ആ വ്യക്തി, ആ കഥാപാത്രം സെയിന്റ് പോളാണ്. ഇനി നിങ്ങളുടെ പഠനഭാഗവുമായിട്ട് ചേർത്ത് വെച്ച് ഏതാണ് ആ വ്യക്തി, ഏത് സംഭവമാണ് അത് എന്ന് പറയും. അരിയോപാഗസിലെ പ്രസംഗം അധ്യായം 17 അപ്പസ്തോല പ്രവർത്തനം 17 അധ്യായം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17 അധ്യായം. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. അരിയോപാഗസിലെ പ്രസംഗമാണത്. ആ വിഷ്വൽ അല്പം ബുദ്ധിമുട്ടേറിയ ഒരു വിഷ്വൽ തന്നെയായിരുന്നു, സംശയമില്ല. കാരണം അരിയോപാഗസിലെ ആ അജ്ഞാത ദേവൻ എന്ന് എഴുതിയിട്ടുള്ള ബലിപീഠമാണ് ആ പുറകിൽ കാണുന്നത്. പക്ഷേ അവിടെ മറ്റു യാതൊരു സൂചനകളും ഇല്ല. അന്നത്തെ ബലിപീഠം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. അതാരാണ് വ്യക്തി എന്ന് മാത്രം ഞാൻ പറയുകയുണ്ടായി. അത് പൗലോസ് ലീഹയാണ്. അതിനുശേഷം പിന്നെ നിങ്ങൾ കൃത്യമായി അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. ആഥൻസിൽ വെച്ച് പൗലോസിനോട് തർക്കിച്ചിരുന്ന 2 വിഭാഗം ചിന്തകർ ആരൊക്കെ? ഓപ്ഷൻസ് നൽകാം. ഗ്രീക്ക് ചിന്തകരും എപ്പിക്യൂരിയൻ ചിന്തകരും. ഓപ്ഷൻ ബി സ്റ്റോയിക് ചിന്തകരും എപ്പിക്യൂരിയൻ ചിന്തകരും. ഓപ്ഷൻ സി സ്റ്റോയിക് ചിന്തകരും റോമൻ ചിന്തകരും.
ഓപ്ഷൻ ബി സ്റ്റോയിക് ചിന്തകരും എപ്പിക്യൂരിയൻ ചിന്തകരും. സ്റ്റോയിക് ചിന്തകരും എപ്പിക്യൂരിയൻ ചിന്തകരും ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന് വീണ്ടും 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോടുള്ള ചോദ്യമാണ്. അരയോപ്പാഗാസിൽ കുറെ അധികം ആളുകൾ വിശ്വാസം സ്വീകരിച്ചു. അതിലൊരു സ്ത്രീയും വിശ്വാസം സ്വീകരിച്ചു. ആ സ്ത്രീയുടെ പേര് എന്ത്? ലീദിയ. ഉത്തരം തെറ്റാണ്. സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകുന്നു. ദമാറിസ് ശരിയായ ഉത്തരമാണ്. ദമാറിസ് ആണ് ശരിയായ ഉത്തരം. ടീം ഗബ്രിയേലിന് ലഭിച്ച മൈനസ് പോയിന്റുകൾ ഒഴിവാകുന്നു. ടീം ഗബ്രിയേൽ 2 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകി 20 മാർക്കുകൾ നേടിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം മിഖായലിനോടാണ്. ശ്രദ്ധിക്കുക. The goddess herself was worshipped throughout the province of Asia, and the world will be robbed of her divine majesty. When they heard this, they were furious and began shouting. Soon the whole city was in an uproar. The people seized Gaius and Aristarchus, Paul's traveling companions from Macedonia, and rushed as one man into the theater. Paul wanted to appear before the crowd, but the disciples would not let him. Archimedes of the Ephesians! The city clerk. നിങ്ങൾ കണ്ട ദൃശ്യം അടയാളപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ സംഭവം ഏതാണെന്ന് പറയുക, പുസ്തകം ഏതാണെന്ന് പറയുക, അധ്യായം ഏതാണെന്ന് പറയുക. അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിന്റെ വെള്ളി മാതൃകൾ. എന്താണ് ആ സംഭവം എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ കണ്ടത് പറഞ്ഞോളൂ. ദെമേത്രിയോസ് തന്റെ ശില്പവേലക്കാരെ ഒരുമിച്ച് കൂട്ടി പൗലോസിനെതിരെ പറയുന്നു. പൗലോസിനെതിരെ എന്താണ് അവിടെ നടക്കുന്നത്? അവരെ വലിച്ചു. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ശരിയാണ്. അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ലഹളയാണ്. അവരുടെ ഉണ്ടാക്കുന്ന ഒരു ലഹളയാണ്, പ്രതിഷേധമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. അധ്യായം ഏതാണ്? അധ്യായം പെട്ടെന്ന് പറയും. പുസ്തകം ഏത്? അധ്യായം ഏത്? പെട്ടെന്ന് പറയും. സമയം കഴിഞ്ഞില്ലേ? യെസ്. ഏത് പുസ്തകം, ഏത് അധ്യായം? നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം പറയുക. അപ്പസ്തോല പ്രവർത്തനം 18 അധ്യായം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 18 അധ്യായം. ഉത്തരം തെറ്റാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19 അധ്യായത്തിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 മൈനസ് മാർക്കുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. വെള്ളിപ്പണിക്കാരുടെ ലഹള അതെന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കി. വെള്ളിപ്പണിക്കാരുടെ ലഹളയാണ്. ഈ ലഹളയ്ക്ക് നേതൃത്വം വഹിച്ചത് ആര്? ഞാൻ ഓപ്ഷൻസ് പറയാം. എ ഗായൂസ്, ബി അരിസ്താർക്കോസ്, സി ഡെമേത്രിയോസ്. ഓപ്ഷൻ സി പറഞ്ഞോളൂ. ഡെമേത്രിയോസ് ശരിയായ ഉത്തരമാണ്. ടീം മിഖായലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. ജനക്കൂട്ടം കോപിഷ്ഠരായി. താങ്കളുടെ ദേവിക്ക് വേണ്ടിയുള്ള വെള്ളി ശില്പങ്ങൾ നിർമ്മിക്കാൻ ഇനി ഞങ്ങൾക്ക് സാധിക്കാതെ വരുമോ? കാരണം പൗലോസ് പ്രസംഗിച്ചിരുന്നു, യഥാർത്ഥ ദൈവം ഈ ശില്പങ്ങളിലോ അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളിലോ അല്ല നിലനിൽക്കുന്നത് എന്ന്. എന്തുമാകട്ടെ, വലിയ കലഹമുണ്ടായി, ലഹളയുണ്ടായി. ആരാണ് വന്ന് ഈ ലഹളയെ അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ ശാന്തമാക്കിയത്? പറയും. കോപിഷ്ഠരായിരുന്ന ജനക്കൂട്ടത്തെ ശാന്തമാക്കിയത് ആര്?
അധികാരികൾ അധികാരി എന്നുള്ള ഉത്തരം പൂർണ്ണമാകുന്നില്ല. സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകും. സിനഗോഗ് അധികാരികൾ. സിനഗോഗ് അധികാരി എന്നുള്ള ഉത്തരവും പൂർണ്ണമാകുന്നില്ല. ഉത്തരം തെറ്റാണത്. അധികാരികൾ പല അധികാരികളുണ്ട്. ശരിയായ ഏത് അധികാരി എന്ന് പറയണം? നഗരാധികാരിയാണ്. ആ നഗരത്തിന്റെ അധികാരിയാണ് വന്ന് ശാന്തമാക്കിയത്. അതുകൊണ്ട് ടീം മിഖേലിന് 5 മൈനസ് മാർക്കുകൾ കൂടി ലഭിക്കുന്നു. അവർക്ക് ലഭിച്ചത് 10 മാർക്കുകളാണ്. അതുപോലെ തന്നെ 10 മൈനസ് പോയിന്റുകളും അവർക്ക് ലഭിക്കുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഈ റൗണ്ടിൽ നിന്ന് ടീം മിഖേലിന് പോയിന്റുകൾ ഒന്നുമേ ലഭിക്കുന്നില്ല. 2 റൗണ്ടുകൾ പൂർണ്ണമാകുമ്പോൾ ഓരോ ടീമിനും ലഭിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്കറിയാം. ജോസ്മിയിലേക്ക്. ജോസ്മി. ടീം മിഖായേൽ 30 പോയിന്റ്സ്, ടീം റാഫേൽ 45 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 50 പോയിന്റ്സ്. 2 റൗണ്ടുകൾ പൂർണ്ണമാകുന്നു. 3-ാം റൗണ്ടിലേക്ക് ക്യൂസ് മത്സരം പുരോഗമിക്കുമ്പോൾ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. 3-ാം റൗണ്ട് റാപ്പിഡ് റൗണ്ടാണ്. വേഗത്തിൽ ചിന്തിക്കേണ്ട, വേഗത്തിൽ ഉത്തരം പറയേണ്ട ഒരു റൗണ്ട്. 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് നൽകും. 1 മിനിറ്റിൽ എത്ര ചോദ്യങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉത്തരം പറയാം. ഒരു ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 5 മാർക്കുകൾ ലഭിക്കും. തെറ്റായ ഉത്തരത്തിന് മൈനസ് മാർക്കുകൾ ഇല്ല. എങ്കിലും നിങ്ങൾക്കാകെ പാസ് പറയാനും തെറ്റായ ഉത്തരം പറയാനുമുള്ള അവകാശം 3 എണ്ണത്തിന് മാത്രമായിരിക്കും. 3-ൽ കൂടുതൽ ഉത്തരങ്ങൾ പറയാതിരിക്കുകയോ പറഞ്ഞത് തെറ്റുകയോ ചെയ്താൽ പിന്നീട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതല്ല. അതുകൊണ്ട് പാസ് പറയുമ്പോഴും ഉത്തരം പറയുമ്പോഴും ശ്രദ്ധിച്ച് പറയുക. ആകെ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് 3 ലൈഫുകളായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യം ടീം ഗബ്രിയേലിനോട്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യയിൽ വന്ന വർഷം ഏത്? 1541. ശരിയായ ഉത്തരം. വിശുദ്ധ ഗോൺസാലോ ഗാർസിയ വധിക്കപ്പെട്ടത് ഏത് രാജ്യത്ത് വെച്ച്? ജപ്പാനിൽ വെച്ച്. ശരിയായ ഉത്തരമാണ്. രാഷ്ട്രീയ പ്രവർത്തകരുടെ മധ്യസ്ഥൻ ആര്? തോമസ് മോർ. ശരിയായ ഉത്തരമാണ്. സൂര്യനിൽ നിൽക്കുന്ന ദൂതൻ മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞത് എന്ത്? ദൈവത്തിന്റെ ജനമേ, അവളിൽ നിന്ന് ഓടിയകലുവിൻ, അല്ലെ അവളുടെ പാപങ്ങൾ നിങ്ങളും പങ്കാളികളാകും. ഉത്തരം തെറ്റാണ്. ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. കാരണം വെളിപാട് 18:11. അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. ശരിയായ ഉത്തരമാണ്. ഗാഡലുപ്പ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ആഫ്രിക്കയിലെ മെക്സിക്കോ. ഉത്തരം തെറ്റായിട്ട് പരിഗണിക്കും. ഇറാഖിലെ കാത്തലിക് യൂണിവേഴ്സിറ്റി ഏത്? ടൈം ഈസ് അപ്പ്. ടീം ഗബ്രിയേൽ അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ 6 ചോദ്യങ്ങൾ നേരിട്ടു. 2 തെറ്റിപ്പോയി, 4 ശരിയായി. 20 മാർക്കുകൾ ലഭിച്ചിരിക്കുന്നു. തീർച്ചയായും അത് വലിയ കാര്യം തന്നെയാണ്. ടീം ഗബ്രിയേലിനെ ആശ്വസിക്കാം. 20 മാർക്കുകൾ ടീം ഗബ്രിയേലിന് ലഭിക്കുന്നു. ടീം മിഖേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. 1 മിനിറ്റാണ് സമയം. 5 മാർക്കുകൾ ഓരോ ചോദ്യത്തിനും. ആകെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട തെറ്റ് പറയാനല്ല പാസ് പറയാനുള്ളത് 3. 3ാമത്തോടുകൂടി അവസരം തീരും. ശ്രദ്ധിച്ച് പറയുക. യെസ്, ചോദിക്കുന്നു. സമയം ആരംഭിക്കുന്നു. ബാൻക്യൂയി ആർച്ച് ബിഷപ്പിന്റെ പേര് എന്ത്? അറിയില്ല. ബുഡാപെസ്റ്റ് ഏത് രാജ്യത്തിലാണ്? അറിയില്ല. കത്തോലിക്ക സഭയിൽ പാട്രിയാർക്കൽ പദവിയിലുള്ള സഭകൾ എത്ര? 7. ശരിയായ ഉത്തരം. മനുഷ്യാവകാശങ്ങൾ ആദ്യമായി കൈകാര്യം ചെയ്ത ചാക്രിക ലേഖനം ഏത്? ഭൂമിയിൽ സമാധാനം. ശരിയായ ഉത്തരം. വിശുദ്ധ ജോൺ ദെ ബ്രിട്ടോ ജനിച്ചത് എവിടെ? ലിസ്ബൺ. ശരിയായ ഉത്തരമാണ്. സ്കൂളുകളുടെ മധ്യസ്ഥ ആര്? വിശുദ്ധ കാതറിൻ. ശരിയായ ഉത്തരമാണ്. വിദ്യാർത്ഥികളുടെ മധ്യസ്ഥൻ ആര്? വിശുദ്ധ തോമസ് അക്വീനാസ്. തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ആര്? ഡോക്ടർ എം സൂസപ്പാക്കിയം. ശരിയായ ഉത്തരമാണ്. ഇറാഖിലെ കാത്തലിക് യൂണിവേഴ്സിറ്റി ഏത്? അറിയില്ല. 3 ചാൻസും നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു.
9 ചോദ്യങ്ങളാണ് നിങ്ങൾ പരിശ്രമിച്ചത്, അറ്റംപ്റ്റ് ചെയ്തത്. 6 എണ്ണത്തിന് ശരിയായ ഉത്തരം പറഞ്ഞു, 3 എണ്ണത്തിന് പറയാൻ സാധിച്ചില്ല. 30 മാർക്കുകൾ ടീം മിഖായലിന് ലഭിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടം തന്നെയാണ്. 30 മാർക്കുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അഭിനന്ദനങ്ങൾ. ടീം റാഫേലിനോടാണ് ചോദ്യം. ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യം, സമയം ആരംഭിക്കുന്നു. എ ഹിഡൻ ലൈഫ് ആരുടെ കഥ പറയുന്ന സിനിമയാണ്? അറിയില്ല. ബ്രിട്ടനിലെ സീറോ മലബാർ രൂപത ആരുടെ നാമത്തിലുള്ളതാണ്? സെന്റ് തോമസ്. ജപമാല തെറ്റായ ഉത്തരമാണ്. ജപമാല രാജ്ഞിയുടെ തിരുനാൾ എന്ന്. നമ്പർ 8. തെറ്റായ ഉത്തരമാണ്. നിങ്ങളുടെ 3 ചോദ്യങ്ങളും തെറ്റിയിരിക്കുന്നു. റാപ്പിഡ് റൗണ്ടിൽ അടുത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കുന്നതല്ല. ആദ്യ ചോദ്യം, എ ഹിഡൻ ലൈഫ് ആരുടെ കഥ പറയുന്ന സിനിമയാണ്? ഫ്രാൻസ് ജാഗർസ്റ്റാറ്റ് എന്ന ഒരു വാഴ്ത്തപ്പെട്ട വ്യക്തിയുടെ കഥ പറയുന്ന സിനിമയാണ്. ബ്രിട്ടനിലെ സീറോ മലബാർ രൂപത സെയിന്റ് അൽഫോൺസിന്റെ നാമത്തിൽ ഉള്ളതാണ്. 3, ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഒക്ടോബർ 7. 3 ചോദ്യങ്ങളും തെറ്റിപ്പോയി. ടീം റാഫേലിന് റാപ്പിഡ് റൗണ്ടിൽ പോയിന്റുകളൊന്നും ലഭിക്കുന്നില്ല. 3 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ ഓരോ ടീമിനും ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ജോസ്മിയിലേക്ക്. ടീം മിഖായേൽ 60 പോയിന്റ്സ്. ടീം റാഫേലിന് ലഭിച്ചിരിക്കുന്നത് 45 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 70 പോയിന്റ്സ്. 3 റൗണ്ടുകൾ പൂർണ്ണമാകുന്നു. 4ാം റൗണ്ട് സപ്പോർട്ടേഴ്സ് റൗണ്ടാണ്. സപ്പോർട്ടേഴ്സ് റൗണ്ടിൽ ചെറിയ ഒരു മാറ്റം. ക്വിസ് മാസ്റ്റർ തന്റെ ദൗത്യം ടീമുകളെ ഏൽപ്പിക്കുന്നു. ഈ റൗണ്ടിൽ മാത്രം. ഈ റൗണ്ടിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവിടെ വേദിയിൽ നിൽക്കുന്ന ടീം അംഗങ്ങളാണ്. ഈ ടീം സപ്പോർട്ടിംഗ് ടീമിലെ അംഗങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. ശരി ഉത്തരം പറഞ്ഞാൽ അവർക്ക് 15 മാർക്ക്. ഉത്തരം അറിയില്ല, തെറ്റിപ്പോയി എങ്കിൽ ചോദിക്കുന്ന ടീമിന് 10 മാർക്കുകൾ ലഭിക്കും. ചോദിക്കുന്നവർക്കും ഉത്തരം പറയുന്നവർക്കും പോയിന്റുകൾ ലഭിക്കുന്ന ഒരു റൗണ്ടാണ് ഈ സപ്പോർട്ടേഴ്സ് റൗണ്ട്. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ക്വിസ് മാസ്റ്ററുടെ ഒരു ചോദ്യം ഓരോ ടീമിനോട്. ആദ്യ ചോദ്യം ടീം മിഖായലിന്റെ ടീമിനോടാണ്. നിങ്ങൾ കുറെ നാളുകളായി വചനം പഠിക്കുവാൻ തുടങ്ങിയിട്ട് വലിയ ഉത്സാഹത്തോടെ വചനം പഠിക്കുന്നു. നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ അടുത്ത കാലത്തുണ്ടായ അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ ഒരു ദൈവാനുഭവം ഒന്ന് പങ്കുവെക്കാം. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ജിൻസി. ഞാൻ വിവാഹത്തിന് മുമ്പ് എനിക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ മരുന്ന് തന്നു. അപ്പോൾ അത് കഴിച്ച് 2 ദിവസം കഴിഞ്ഞപ്പം സംസാരശേഷി നഷ്ടപ്പെട്ടു. അപ്പം ആ വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗുളിക മാറി തന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ ആദ്യം കാണിച്ച ഡോക്ടറെ വീണ്ടും ആ ഡോക്ടറെ അടുത്തോട്ട് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയതാണ്, മരുന്ന് മാറി തന്നതാണ്, സോറി ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ കണ്ണീരോടെ ഒത്തിരി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാനയിൽ ഒത്തിരി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനുശേഷം ആ സൗണ്ട് ഒരു 25 ദിവസം കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട സൗണ്ട് തിരിച്ച് ദൈവം തന്നു. അത്രയാണ്. ഓക്കെ, ദൈവത്തിന് നന്ദി പറയാം. സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരു ദൈവത്തിന്റെ ഒരു കൈയൊപ്പിന്റെ ദൈവത്തിന്റെ ഒരു സ്പർശനത്തിന്റെ അനുഭവം സൗഖ്യത്തിന്റെ രൂപത്തിൽ ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദി. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഗ്രേസി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷത്തിന് ശേഷമാണ് എനിക്കൊരു മോനുണ്ടാകുന്നത്. ഞാൻ 95 ഫെബ്രുവരി 19-ാം തീയതി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുകയുണ്ടായി. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ദൈവമേ അമ്മ എന്ന് വിളിക്കാൻ ഒരാളെ എനിക്ക് നീ തരണമെന്ന് മാത്രമേ ഞാൻ ആശിച്ചുള്ളൂ. ഞാൻ അങ്ങനെ കരഞ്ഞ് ഒത്തിരി നാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എന്നോട് 2 രാജാക്കന്മാർ 4:19 തിരുവചനം എന്നോട് പറഞ്ഞു. ഞാനത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഏലിഷ പറയുന്നൊരു വാചകമുണ്ട്, അടുത്ത വസന്തത്തിൽ നിനക്കൊരു പുത്രൻ ഉണ്ടായിരിക്കുമെന്ന്. അപ്പം ഞാനിങ്ങനെ കുറേ നാൾ പ്രാർത്ഥിച്ചിട്ട് വന്നു. 2-3 വർഷമായിട്ടും എനിക്ക് അത്ഭുതം കാണാനോ
അത് അനുഭവിക്കാനേ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഒത്തിരി ഒരു ദിവസം ഇങ്ങനെ കുറേ കരഞ്ഞിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, നീ എന്നെ പറ്റിക്കുവാണോ, എന്നെ ഇങ്ങനെ കളിപ്പിച്ച്. ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യമായിരുന്നു, എനിക്കിത് സാധിച്ചു കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് വീണ്ടും ഈശോ സംസാരിച്ചു. അങ്ങനെ ഞാൻ ദൈവവചനം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് സങ്കീർത്തനങ്ങൾ 89:34 തിരുവചനം. എൻ്റെ ഉടമ്പടി ഞാൻ പിൻവലിക്കില്ല, നിന്നോട് ഉച്ചരിച്ച വാക്ക് ഞാൻ പിൻവലിക്കില്ല എന്നുള്ളത്. അത് ഞാൻ മുറുകെ പിടിച്ച് ഞാൻ അന്ന് തുടങ്ങി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 95 കിട്ടിയ ആ സന്ദേശം എനിക്ക് 2000 ദൈവം പൂർത്തീകരിച്ച് തന്നു. ഒരു ആൺകുഞ്ഞിനെ തന്നു. ഇപ്പോൾ ആൺകുഞ്ഞിന് അപ്രയം എന്ന് പേരിട്ടിരിക്കുന്നു. ഇപ്പോൾ 20 വയസ്സായി. ദൈവത്തിന് സ്തുതി. ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ വലിയ സമ്മാനമാണ് ലഭിച്ചത്. ജീവനാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനം. ആ സമ്മാനമാണ് നൽകിയത്. അമ്മ എന്ന് വിളിക്കാൻ ദൈവം ഒരാളെ നൽകി. ദൈവത്തിന് നന്ദി പറയാം. അടുത്ത ടീം ഗബ്രിയേൽ ടീമിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവാനുഭവം പങ്കുവയ്ക്കാവുന്നതാണ്. ദൈവത്തിന് നന്ദി. എൻ്റെ പേര് ബിന്ദു. ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ച് ദൈവവചനം വായിക്കാം എന്നൊരു ആഗ്രഹത്തോടെ തന്നെയാണ് വന്നത്. അപ്പോൾ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വചനം അങ്ങനെ വെറുതെ വായിച്ചത് കൊണ്ട് നമുക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ദൈവവചനം എഴുതി പഠിക്കാൻ തുടങ്ങി. ദൈവവചനം എഴുതി പഠിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായി. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മോള് BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് സൈക്കോളജി എന്നൊരു സബ്ജക്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നെഹമ്യ 2:21 ആ വചനം 1000 തവണ എഴുതി. റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ദൈവത്തിന് നന്ദി. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കർത്താവ് വിജയം നൽകുന്ന കർത്താവാണ്. ആ തിരുവചനം ഒന്ന് പറയാമോ? സ്വർഗത്തിൻ്റെ ദൈവം എനിക്ക് വിജയം നൽകുന്നു. സ്വർഗത്തിൻ്റെ ദൈവം എനിക്ക് വിജയം നൽകും എന്ന ആ തിരുവചനം നിങ്ങൾ 1000 പ്രാവശ്യം എഴുതി. ദൈവം വിജയം തന്നു. മകള് നന്നായി അത് പരീക്ഷയിൽ പാസ്സായി. 3 ടീമിലെ അമ്മമാർക്കും നന്ദി പറയുന്നു. നമുക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാം. ടീം മിഖേൽ, നിങ്ങൾ ചോദ്യം ചോദിക്കുക. 2 പേരും ഓരോ ചോദ്യം വീതം ചോദിക്കേണ്ടതാണ്. ചോദിക്കേണ്ടത് ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോട്. 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളിൽ ഒന്നായ ഡിക്രികളിലെ അപ്പസ്തോലിക്കാം അക്തുവോ സിത്താത്താം എന്ന ലത്തീൻ നാമത്തിന്റെ അർത്ഥമെന്ത്? രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളിൽ ഒന്നായ ഡിക്രികളിലെ അപ്പസ്തോലിക്കാം അക്തുവോ സിത്താത്താം എന്ന ലത്തീൻ നാമത്തിന്റെ അർത്ഥമെന്ത്? സമയം കഴിഞ്ഞിരിക്കും. ശരി ഉത്തരം പറയുവാൻ ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് സാധിച്ചില്ല. ഉത്തരം പറയുക. ശ്ലൈഹിക പ്രവൃത്തി. ശ്ലൈഹിക പ്രവൃത്തി വിജ്ഞാനമുത്തിൽ നിന്നുള്ള ചോദ്യമായിരുന്നു അത്. 2ാമത്തെ ചോദ്യം. ആദ്യമായി മലയാളത്തിൽ രചിക്കപ്പെട്ട യാത്രാ വിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. ഇതിന്റെ രചയിതാവാര്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചോളൂ. ആദ്യമായി മലയാളത്തിൽ രചിക്കപ്പെട്ട യാത്രാ വിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. ഇതിന്റെ രചയിതാവാര്? പാറേമാക്കൽ തോമാക്കത്തനാർ. ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരമാണ്. പാറേമാക്കൽ തോമാക്കത്തനാർ. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് അല്ലെങ്കിൽ ടീം ഗബ്രിയേലിന് 15 പോയിന്റുകളും ടീം മിഖായലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. 2 പേർക്കും അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം റാഫേൽ. ചോദിക്കേണ്ടത് ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോട്. വിശ്വാസവും യുക്തിയും പരസ്പര പൂരകങ്ങളാണെന്ന് പഠിപ്പിച്ച കൗൺസിൽ. ട്രെൻഡ് കൗൺസിൽ. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം പറയും. 1-ാം വത്തിക്കാൻ കൗൺസിൽ. 1-ാം വത്തിക്കാൻ കൗൺസിലാണ്. 2ാമത്തെ ചോദ്യം. ശിഷ്യയുടെ കീഴിൽ കുമ്പസാര രഹസ്യം പാലിക്കാൻ വൈദികരോട് ആവശ്യപ്പെട്ട കൗൺസിൽ. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ശിഷ്യയുടെ കീഴിൽ കുമ്പസാര രഹസ്യം പാലിക്കാൻ വൈദികരോട് ആവശ്യപ്പെട്ട കൗൺസിൽ.
രണ്ടാം സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരം പറയും. നാലാം ലാറ്ററൽ കൗൺസിൽ ഇന്നസെന്റ് മൂന്നാമൻ മാർപ്പാപ്പ. നാലാം ലാറ്ററൻ കൗൺസിൽ. ശരിയായ ഉത്തരം അതാണ്. ടീം റാഫേലിന് 20 പോയിന്റുകൾ ലഭിക്കുന്നു. ടീം മിഖായേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് പോയിന്റുകൾ ഒന്നും ലഭിക്കുന്നില്ല. അടുത്ത ചോദ്യം ചോദിക്കേണ്ടത് ടീം ഗബ്രിയേൽ, ചോദിക്കേണ്ടത് ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോട്. ടെംപ്ലാറുകൾ എന്നാൽ എന്ത്? ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ചോദ്യം. ടെംപ്ലാറുകൾ എന്നാൽ എന്ത്? സമയം കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം പറയുക. പടയാളികളുടെയും സമ്പന്നരുടെയും സന്യാസ സഭ. പടയാളികളുടെയും സമ്പന്നരുടെയും സന്യാസ സഭയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കും. ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ച കൽപ്പന എന്താണ്? അത് ക്രിസ്തുവിൽ നിന്ന് പുസ്തകം പറയണം. യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നാണ്. ക്രിസ്തുവിൽ നിന്ന് അത് പറയും. ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ച കൽപ്പന എന്താണ്? പരസ്പരം സ്നേഹിക്കണം. ഒന്നുകൂടി കൃത്യമായിട്ട് പറയാം. ആ ചോദ്യത്തിന് കുറച്ച് ആംബിഗ്വിറ്റി ഉള്ളത് കൊണ്ട് വാക്യം ഏതാണെന്ന് കൃത്യം പറഞ്ഞേക്കുക. വാക്യം 4:21. യെസ്. ഇനി ചോദ്യം ആവർത്തിക്കുക. ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ച കൽപ്പന എന്താണ്? യെസ്. സഹോദരരെ സ്നേഹിക്കണം. സഹോദരരെ സ്നേഹിക്കണം. ഒരിക്കൽ കൂടി പറയും. സഹോദരരെ സ്നേഹിക്കണം. ഉത്തരം നിങ്ങൾ എന്താണ് പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. യെസ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. ആ ഉത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നുണ്ട്. സഹോദരനെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. പക്ഷേ ഉത്തരം പൂർണ്ണമാണ് എന്ന് പറയാനും സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ടീമിന് 2 പേർക്കും പോയിന്റുകൾ വീതിച്ച് നൽകുകയാണ്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് 5 മാർക്കുകളും ടീം ഗബ്രിയേലിന് 5 മാർക്കുകളും നൽകി ആ പ്രശ്നം സെറ്റിൽ ചെയ്യുന്നു. പൂർണ്ണമായ ഉത്തരമല്ല, പക്ഷേ ഉത്തരം തെറ്റാണ് എന്ന് പറയാനും പറ്റുകയില്ല. കാരണം ഒരു ബ്രോഡായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വചനം കൂടെ കൃത്യം പറയാനായിട്ട് പറഞ്ഞത്. ഓക്കെ, അതിങ്ങനെ പരിഹരിക്കുന്നു. 2 പേർക്കും 5 പോയിന്റുകൾ വീതം കൊടുക്കുന്നു. സപ്പോർട്ടേഴ്സ് റൗണ്ട് അവസാനിക്കുമ്പോൾ ടീം ഗബ്രിയേൽ ഈ റൗണ്ടിൽ 15 മാർക്കുകൾ നേടുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് 5 മാർക്കുകൾ ലഭിക്കുന്നു. ഓരോ ടീമിനും ഇതുവരെ ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മി. ടീം മിഖായേൽ 70 പോയിന്റ്, ടീം റാഫേൽ 70 പോയിന്റ്, ടീം ഗബ്രിയേൽ 100 പോയിന്റ്. ടീം മിഖായേലും ടീം റാഫേലും 70 പോയിന്റുകൾ നേടി ഒപ്പത്തിനൊപ്പം. ടീം ഗബ്രിയേൽ 100 പോയിന്റ്. ഇനി നടക്കാനുള്ളത് മെഗാ ബോണസ് റൗണ്ടാണ്. ഈ റൗണ്ടിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഈ വ്യത്യാസങ്ങൾ വലിയ വ്യത്യാസങ്ങളല്ല എന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ഏറ്റക്കുറച്ചുകൾ സംഭവിക്കാവുന്ന റൗണ്ടാണിത്. 3 ചോദ്യങ്ങൾ, വ്യത്യസ്തമായ പോയിന്റുകൾ. ആദ്യ ചോദ്യത്തിന് 10, രണ്ടാമത്തെ ചോദ്യത്തിന് 15, മൂന്നാം ചോദ്യത്തിന് 25. അങ്ങനെ ആകെ 50 മാർക്കുകൾ നേടാവുന്ന ഒരു റൗണ്ട്. ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. നിങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യമെന്ന് ആദ്യമേ തന്നെ പറയും. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ റൗണ്ടിൽ പങ്കെടുത്താൽ മതി. കാരണം നിങ്ങൾ തെറ്റായ ഉത്തരം പറഞ്ഞാൽ മൈനസ് മാർക്കുകൾ ലഭിക്കുന്നതാണ്. തത്തുല്യമായ മൈനസ് മാർക്കുകൾ. 10 മാർക്കിന്റെ ചോദ്യത്തിന് 10, 15 മാർക്കിൻ്റെതിന് 15, 25 മാർക്കിന്റെ ചോദ്യത്തിന് തെറ്റായ ഉത്തരം പറഞ്ഞാൽ 25 മാർക്കുകൾ നഷ്ടമാകും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ചോദ്യം ആദ്യം ടീം റാഫേലിനോടാണ്. ടീം റാഫേൽ, ആർ യു റെഡി? റെഡിയാണോ നിങ്ങൾ? റെഡിയാണ്. ടീം റാഫേലിനോട്
മെഗാ ബോണസ് റൗണ്ടിലെ ചോദ്യം ചോദിക്കുന്നത് യോഹന്നാന്റെ ലേഖനങ്ങളിൽ നിന്നുമാണ്. യോഹന്നാന്റെ ലേഖനങ്ങൾ അറിയാം, എളുപ്പമുള്ള ഭാഗമാണ്. ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? അതാദ്യം പറയും. പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എങ്കിൽ ചോദ്യം എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ്. 1 ജോൺ 5:4. നിങ്ങളുടെ വിശ്വാസം. എന്താണ് വിശ്വാസം? ഉത്തരം ശരിയാണ്. വിശ്വാസം, നമ്മുടെ വിശ്വാസം, അത് ഞാൻ അംഗീകരിച്ച് തരികയാണ്. നിങ്ങളുടെ വിശ്വാസം എന്നാണ് ആദ്യം പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അത് വിശ്വാസം എന്നുള്ളത് അംഗീകരിക്കാവുന്നതാണ്. ഉത്തരം ഏകദേശം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പരിഗണന അടുത്ത ചോദ്യത്തിന് നൽകുന്നതല്ല. ചെറിയ തെറ്റ് പോലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൈനസ് മാർക്ക് നൽകുന്നതാണ്. നമ്മുടെ വിശ്വാസം, അതാണ് ശരിയായ ഉത്തരം. 10 മാർക്കുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? ക്വിറ്റ് ചെയ്യുന്നു. ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കും. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ നേരിടുന്നില്ല, ക്വിറ്റ് ചെയ്യുന്നു. 10 പോയിന്റുകൾ നിങ്ങൾ സമ്പാദിച്ചിരിക്കുന്നു. യെസ്, കിട്ടിയത് കളയണ്ട എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ ആദരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഗബ്രിയലിനോടാണ്. നിങ്ങളോട് ചോദിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ പഠന ഭാഗത്തു നിന്നുമാണ്. വെളിപാട് പുസ്തകത്തിലെ നിങ്ങളുടെ പഠന ഭാഗത്തു നിന്നുമാണ് ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? ക്വിറ്റ് ചെയ്യുന്നു. ക്വിറ്റ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നില്ല. യെസ്, അടുത്ത ചോദ്യം ടീം മിഖായേൽ, നിങ്ങളോട് ചോദിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ നിന്നാണ്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യും. ശരി. ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ദൈവകോപത്തിന്റെ മൂന്നാമത്തെ പാത്രം, മൂന്നാമത്തെ ദൂതൻ എവിടെയാണ് ഒഴിച്ചത്? ദൈവകോപത്തിന്റെ മൂന്നാമത്തെ പാത്രം, മൂന്നാമത്തെ ദൂതൻ എവിടെയാണ് ഒഴിച്ചത്? നദികളിലും നീരുറവകളിലും. നദികളിലും നീരുറവകളിലും. ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം, നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യും? ഇനി ഒന്നും പറയുകയില്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കും. ഓക്കെ, ചോദ്യം, സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവന്റെ പ്രത്യേകതകൾ. അവൻ എങ്ങനെ വിളിക്കപ്പെടുന്നു? എന്താണ് അവന്റെ പ്രത്യേകത? വിശ്വസ്തനും. പറഞ്ഞോളൂ. വിശ്വസ്തനും നീതിമാനും. വിശ്വസ്തനും. പറയാം പറയാം, പറഞ്ഞോളൂ. സത്യവാനും വിശ്വസ്തനുമാണ്. സമയം കഴിഞ്ഞു. നീതിമാനും. വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടും. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും. പകുതി ഉത്തരം നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അത് തന്നെ പൂർണ്ണമായി പറഞ്ഞില്ല.
ഇതൊരു നിർണായകമായ സമയമാണ്. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. നിങ്ങൾക്ക് 15 മൈനസ് പോയിന്റുകൾ ലഭിക്കും. ടീം മിഖായേലിന് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോയതുകൊണ്ട് 15 മൈനസ് പോയിന്റുകൾ ലഭിക്കുകയാണ്. അടുത്ത ചോദ്യത്തിനുള്ള അവസരവും നഷ്ടമായിരിക്കുന്നു. റൗണ്ട് അവസാനിക്കുകയാണ്. ഓരോ ടീമിനും ലഭിച്ച പോയിന്റുകളും ഏതൊക്കെ ടീമുകളാണ് അടുത്തതിലേക്ക് ക്വാളിഫൈ ചെയ്തതെന്നും നമുക്കറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക്. വളരെയധികം ആശങ്കകൾ നിറഞ്ഞ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഏതൊക്കെ ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 100 പോയിന്റുമായി ടീം ഗബ്രിയേൽ. 80 പോയിന്റുമായി ടീം റാഫേലാണ് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ടീം മിഖായേലിന് ലഭിച്ചിരിക്കുന്നത് 65 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുമ്പോൾ 2 ടീമുകൾ, കുന്നമംഗലം ഇടവകയെ പ്രതിനിധീകരിക്കുന്ന ടീം ഗബ്രിയേലും കണ്ണോത്ത് ഇടവകയെ പ്രതിനിധീകരിക്കുന്ന ടീം റാഫേലും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നു. ടീം മിഖായേൽ വളരെ ആവേശകരമായിട്ട് മത്സരത്തിൽ പങ്കെടുത്തു. ഏറ്റവും അവസാന നിമിഷമാണ് അവർക്ക് പോയിന്റുകൾ നഷ്ടമായത്. തീർച്ചയായിട്ടും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് മറ്റു മത്സരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വിസാണ്. വചനം പഠിക്കുക, വചനം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ ക്വിസ് മത്സരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും മനോഹരമായിട്ട് ടീം മിഖായേൽ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ടീം മിഖായേലിനെയും സപ്പോർട്ടിംഗ് ടീമിനെയും അവർ പ്രതിനിധീകരിക്കുന്ന ഇടവകയും എല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ടീം മിഖായേലിന് ശാലോം ടെലിവിഷൻ നൽകുന്ന സമ്മാനമുണ്ട്. അത് വാങ്ങുവാനായി ടീം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശാലോം ടെലിവിഷൻ നൽകുന്ന പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശവും എന്ന പുസ്തകമാണ് ടീം മിഖായേലിന് സമ്മാനമായി നൽകുന്നത്. ടീം അംഗങ്ങൾ വേദിയിലേക്ക് കടന്നു വന്ന് സമ്മാനം ഏറ്റുവാങ്ങും. വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഒരു എപ്പിസോഡ് കൂടി പൂർണ്ണമാവുകയാണ്. മാതാക്കൾ വചനം പഠിക്കുന്നു, വചനം പങ്കുവെക്കുന്നു. വചനം പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷം ഹൃദയത്തിൽ, ചിലപ്പോൾ കണ്ണുനീരിനും വഴിമാറാൻ സാധ്യതയുണ്ട്. ലോകം മുഴുവൻ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനുള്ള സുവർണ അവസരം മനോഹരമായിട്ടാണ് ഓരോ അമ്മമാരും ഉപയോഗപ്പെടുത്തുന്നത്. ഈ വചനമെല്ലാം നല്ല നിലത്ത് വീണ് ഹൃദയങ്ങളിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. വരുന്ന ആഴ്ച പുതിയ ടീം അംഗങ്ങളുമായി പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഗുഡ് ബൈ.